ഹായ് ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ വീണ്ടും വീഡിയോ ആയി വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഗുഡ് വില്ലിൻ്റെ മെത്തേഡ്സാണ്. ഏതൊക്കെ പ്രോബ്ലം, അതിനകത്തുനിന്ന് ഒരു പ്രോബ്ലം ഗുഡ് വില്ല് ഏതെങ്കിലും രീതിയിൽ നമ്മൾ പറഞ്ഞ് ഗുഡ് വില്ലിൻ്റെ ഫാക്ടേഴ്സ് പറഞ്ഞു, മെത്തേഡ്സ് ഏതൊക്കെയെന്ന് പറഞ്ഞു. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡുണ്ട്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡുണ്ട്, സൂപ്പർ പ്രോഫിറ്റ് ഉണ്ട്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് രണ്ട് വിധത്തിലുണ്ട്: ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. ഇതിൽ ഈ അഞ്ചാമത്തെ പ്രസൻറ്റ് വാല്യൂ സൂപ്പർ പ്രോഫിറ്റ് നമുക്ക് പഠിക്കണ്ട, ആദ്യത്തെ നാലെണ്ണം പഠിക്കണം. അപ്പോൾ ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം ഷുവറായിട്ട് ചോദിക്കും. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ഇതേപോലെ ക്വസ്റ്റ്യൻ തന്നിരിക്കും. ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഫ്രം ദ ഇൻഫർമേഷൻ ബിലോ കമ്പ്യൂട്ട് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ അറ്റ് 3 years പർച്ചേസ് ഓഫ് 5 years ആവറേജ് പ്രോഫിറ്റ്. അതായത് 5 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ എത്ര വർഷത്തെ പർച്ചേസ് ഗുഡ് വില്ല് കാണണം? 3 years പർച്ചേസ് ഓഫ് ഗുഡ് വില്ലാണ് കാണാനുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത്, നമുക്ക് 2009 തൊട്ട് 2013 വരെയുള്ള 13 വരെയുള്ള പ്രോഫിറ്റ് തന്നിട്ടുണ്ട് ഓരോ വർഷത്തെയും. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കാണണം. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുമ്പം ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം 5 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്: 20,000, 21,000, 22,000, 25,000, 30,000. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എത്ര വർഷം മൊത്തം ഉണ്ട്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതെല്ലാം കൂടെ കൂട്ടുമ്പം 1,18,000 കിട്ടും. അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 23,600 കിട്ടും. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കിട്ടി. ഇനി ഗുഡ് വില്ല് കാണാൻ 3 years പർച്ചേസ് ഓഫ് 5 years ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 5 വർഷത്തെ ആവറേജ് പ്രോഫിറ്റിൻ്റെ കൂടെ 3 years പർച്ചേസ് ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ 3 ഇൻറ്റു പർച്ചേസ് 3 years ആണെന്ന് ക്വസ്റ്റ്യനിൽ ഫസ്റ്റേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 ഇൻറ്റു എത്ര ആവറേജ് പ്രോഫിറ്റ് എത്ര കിട്ടി? 23,600. രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ 70,800 കിട്ടും. ഏറ്റവും എളുപ്പമാണ്. ഇനി അതിനകത്തൊരു നോട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് ഈ തന്നിട്ടുള്ള അതെല്ലാം പ്രോഫിറ്റാണ്. അപ്പോൾ ചിലപ്പം ബിസിനസ്സാണ്, ചിലപ്പോൾ ഒരു വർഷം എന്തോന്നാണ് ലോസ് സംഭവിക്കുക. ലോസാണ് സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഈ പ്രോഫിറ്റുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഏത് വർഷമാണോ ലോസ് ഉള്ളത് ആ ലോസ് ഈ പ്രോഫിറ്റിൽ നിന്ന്, ഇപ്പം 4 വർഷം പ്രോഫിറ്റും 1 വർഷം ലോസും ആണെങ്കിൽ 4 വർഷത്തെ പ്രോഫിറ്റ് കൂട്ടിയിട്ട് ആ 1 വർഷത്തെ എന്തോന്ന് കുറയ്ക്കണം. ലോസ് കുറച്ചിട്ട് വേണം ആവറേജ് പ്രോഫിറ്റ് കാണാൻ. സിമ്പിളായതുകൊണ്ട് ഒരു കണക്ക് ജസ്റ്റ് അതിനുള്ള സമയം നമുക്കുള്ളൂ. ഇനിയും 3 ചാപ്റ്റർ ഉണ്ട്. അഡ്മിഷനുണ്ട്, റിട്ടയർമെൻ്റ് ഉണ്ട്, ഡെത്ത് ഉണ്ട്, ഡിസൊല്യൂഷനുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കണക്ക് വീതം പറഞ്ഞു പോകാനേ പറ്റത്തുള്ളൂ. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്. പ്രോഫിറ്റും തരും, വെയ്റ്റും തരും. അതിൽ നിന്ന് നമ്മൾ എന്തോന്ന് ചെയ്യണം? ഗുഡ് വില്ല് കണ്ടുപിടിക്കണം. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ കാണാനുള്ള ഇക്വേഷൻ ടോട്ടൽ പ്രോഡക്റ്റ് ഓഫ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയ്റ്റ്. ടോട്ടൽ പ്രോഡക്റ്റ് ഓഫ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഓഫ് വെയ്റ്റ്. ഗുഡ് വില്ല് കാണാൻ ഈ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് നമ്മൾ കണ്ടിട്ട് അതിൻ്റെ കൂടെ എത്രയാണ് നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻറ്റു ചെയ്യുക. ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2010 മുതൽ 2014 വരെ ഉള്ള ഇയേഴ്സിലെ പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. 12,000, 15,000, 25,000, 30,000, 23,000. വെയ്റ്റ് എന്ന് പറയുന്നത് 5 വർഷത്തെ വെയ്റ്റ് 1, 2, 3, 4, 5 ഇത്രയേ ക്വസ്റ്റ്യൻ്റെ തരും. ആൻസർ നമ്മൾ ചെയ്യാനുള്ളത് ഫസ്റ്റ് കോളം വരയ്ക്കണം. ഇയർ എൻഡഡ് 31 മാർച്ച് ഇയർ എൻഡഡ് വെച്ചാണ്. അപ്പോൾ ഏത് വർഷം തൊട്ട്? 2010 പ്രോഫിറ്റ്, എന്നിട്ട് വെയ്റ്റ് എത്ര? 1. ആ 2010 പ്രോഫിറ്റ് 12,000, 12,000ൻ്റെ കൂടെ 1 ഇൻറ്റു ചെയ്യുമ്പോൾ 12,000 തന്നെ. ഇതിനകത്ത് ഞാൻ പെൻസിലിട്ട് എഴുതി വെച്ചിരിക്കുന്നത് അഡീഷണൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി എഴുതിയതാണ്. അത് നിങ്ങൾ നോക്കണ്ട. കറുത്ത പ്രിൻറ്റ് ചെയ്ത പോർഷൻ മാത്രം നോക്കിയാൽ മതി. ഈ നീല പെൻസിലിട്ട് ഇത്രയും നിങ്ങൾ നോക്കണ്ട, നീല പേനയിട്ട് എഴുതി ഇത്രയും നോക്കണ്ട. 2010 12,000 രൂപ പ്രോഫിറ്റ് ഉണ്ട്, വെയ്റ്റ് 1. അപ്പോൾ 12,000 ഇൻറ്റു 1, ഇപ്പുറത്ത് പ്രോഡക്റ്റ് കിട്ടും 12,000 തന്നെ. 2011 15,000, വെയ്റ്റ് 2. അപ്പോൾ 15 ഇൻറ്റു 2 30,000. 2012 25,000, വെയ്റ്റ് 3. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ 75,000. 2013 30,000, വെയ്റ്റ് 4. അപ്പോൾ 1,20,000. അടുത്ത 2014 23,000 പ്രോഫിറ്റ്, വെയ്റ്റ് 5. അപ്പോൾ അത് രണ്ടും കൂടെ എൻഡ് ചെയ്ത് ഇപ്പുറത്ത് എഴുതും. അപ്പോൾ ഈ കിട്ടിയ പ്രോഡക്റ്റ് ആദ്യം നമുക്ക് ഈ വെയ്റ്റുകളെല്ലാം കൂടെ കൂട്ടി എഴുതണം. 5, 4, 9,
12 13 14 15 ഇപ്പുറത്തെല്ലാം കൂടെ കൂട്ടുമ്പോൾ 3,52,000. ഫസ്റ്റ് നമ്മൾ എന്തോന്ന് ചെയ്യും? വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കാണണം. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കാണാൻ ഈ ടോട്ടൽ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയ്റ്റ്. ഈ 3,52,000-നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പം 23,466.67. ഇനി വാല്യൂ ഓഫ് ഗുഡ് വില്ല് കാണണം. വാല്യൂ ഓഫ് ഗുഡ് വില്ല് കാണാൻ ഉള്ള ഇക്വേഷൻ എന്തോന്നാണ്? ഈ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് 3 തന്നിട്ടുണ്ട്. വെയ്റ്റഡ് ആവറേജ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്തപ്പം 70,400 കിട്ടി. അതാണ് നമ്മൾ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്. ഇനി മൂന്നാമത്തെ മെത്തേഡ്, ചിലപ്പം വെയ്റ്റഡ് ആവറേജ് ചോദിക്കാം, ചിലപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആവറേജ് പ്രോഫിറ്റ് ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇത്തിരി കൂടുതൽ ചെയ്യാനുള്ളത് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡാണ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് കാണാൻ ചിലപ്പം നമുക്ക് ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് തന്നിരിക്കില്ല, ചിലപ്പോൾ ആവറേജ് പ്രോഫിറ്റ് തന്നിരിക്കും. പിന്നെ അതിനിട്ട് ക്യാപിറ്റൽ എംപ്ലോയിയുടെ നോർമൽ ഏണിങ്സ് ഓൺ ക്യാപിറ്റൽ കാണണം. ക്യാപിറ്റൽ എംപ്ലോയിഡ് തന്നിരിക്കും, നോർമൽ റേറ്റ് ഓഫ് ഏണിങ്സ്, അങ്ങനെ എല്ലാം തന്നിരിക്കും. സൂപ്പർ പ്രോഫിറ്റ് ഏറ്റവും ലാസ്റ്റ് അതായത് 4-5 സ്റ്റെപ്പ് ചെയ്താലേ സൂപ്പർ പ്രോഫിറ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനകത്ത് സൂപ്പർ പ്രോഫിറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഇതിനകത്ത് നീലയിട്ട് എഴുതിയിട്ടുള്ളതൊന്നും നിങ്ങൾ നോക്കണ്ട, ഉള്ളി ബ്ലാക്കിൽ പ്രിൻറ്റ് ചെയ്തത് മാത്രം നോക്കിയാൽ മതി. ഇതിൽ 1 2 3 4 5 ഇയേഴ്സിൻ്റെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഓഫ് ദ ഫേം, ആ സ്ഥാപനത്തിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് 4 lakh തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2 വർഷത്തെ ഗുഡ് വില്ലാണ് പറഞ്ഞിട്ടുള്ളത്. സൂപ്പർ പ്രോഫിറ്റ് വെച്ച് 2 വർഷത്തെ ഗുഡ് വില്ല് കണ്ടുപിടിക്കണം. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞത് 5% കണ്ടുപിടിക്കണം. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ ഇതേപോലെ ആവറേജ് പ്രോഫിറ്റ് കാണണ്ട, സൂപ്പർ പ്രോഫിറ്റ് കാണാൻ നേരത്ത് നേരെ ആവറേജ് പ്രോഫിറ്റ് 25,000 30,000 തരും. പക്ഷേ ഇതിൽ ഇത്രയും 5 വർഷത്തെ പ്രോഫിറ്റ് തന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്തോന്ന് ചെയ്യണം? ആവറേജ് പ്രോഫിറ്റ് കാണണം. ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടില്ല, പ്രോഫിറ്റുകൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ആവറേജ് പ്രോഫിറ്റ് ഫസ്റ്റ് കാണും. 30,000, 28, 25, 24, 80 ഇതെല്ലാം കൂടെ കൂട്ടി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 25,000 നമുക്ക് എന്തോന്ന് കിട്ടും? ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ഇനി നമുക്ക് കാണാനുള്ളത് നോർമൽ പ്രോഫിറ്റാണ്. നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ബൈ 100. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എല്ലാം ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. ക്യാപിറ്റൽ എംപ്ലോയിഡ് ക്വസ്റ്റ്യനിൽ 4 lakh തന്നിട്ടുണ്ട്, നോർമൽ റേറ്റ് 5 തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ 100. അപ്പോൾ 20,000 എന്തോന്ന് കിട്ടും? നോർമൽ പ്രോഫിറ്റ് കിട്ടും. ഇനി സൂപ്പർ പ്രോഫിറ്റ് കാണാൻ എളുപ്പമാണ്. നമ്മൾ ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് കുറയ്ക്കുക. ആവറേജ് പ്രോഫിറ്റ് നമ്മൾ നേരത്തെ കണ്ടു 25,000, അതിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് 20,000 കുറയ്ക്കുമ്പോൾ 5,000 കിട്ടും. ഇനി ഗുഡ് വില്ല് 2 ഇയേഴ്സിലെ പർച്ചേസിലാണ് ഗുഡ് വില്ല് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം 2 ഇൻറ്റു ഇപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് എത്ര കണ്ടുപിടിച്ച്? 5,000. അപ്പോൾ 2 ഇൻറ്റു 5,000 10,000. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റുമായി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്ന ക്യാപിറ്റലൈസേഷൻ. ആ ക്യാപിറ്റലൈസേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് നമ്മൾ ആദ്യം കണ്ട ആവറേജ് പ്രോഫിറ്റ് വെച്ചും ചെയ്യാം, അടുത്ത് സൂപ്പർ പ്രോഫിറ്റ് വെച്ചും ചെയ്യാം. ആവറേജ് പ്രോഫിറ്റ് വെച്ച് ചെയ്യാൻ നേരത്ത് ഏറ്റവും എളുപ്പം ആവറേജ് പ്രോഫിറ്റാണ്. അതായത് ക്വസ്റ്റ്യനിൽ ആവറേജ് പ്രോഫിറ്റ് തരും. നോർമൽ റേറ്റ് ഓഫ് 30,000 തന്നിട്ടുണ്ട്, നോർമൽ റേറ്റ് ഓഫ് ബിസിനസ് 15,000 തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ തന്നിട്ടുണ്ട്. അതായത് നെറ്റ് ടാഞ്ചിബിൾ അസറ്റ്, ക്യാപിറ്റലൈസ്ഡ് വാല്യൂ നെറ്റ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ തന്നിട്ടുള്ളത്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് എത്ര? 30,000 തന്നിട്ടുണ്ട്, നോർമൽ റേറ്റ് 15,000 തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് പ്രോഫിറ്റാണ് ഫസ്റ്റ് കാണാനുള്ള. ഫസ്റ്റ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതായത് ക്യാപിറ്റലൈസേഷൻ ഓഫ് മെത്തേഡാണ്, അതിൽ വെച്ച് ആവറേജ് പ്രോഫിറ്റിൽ വെച്ച് ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ഗുഡ് വില്ല് കണ്ടുപിടിക്കുക. ആവറേജ് പ്രോഫിറ്റ് 30,000 തന്നിട്ടുണ്ട്, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 15,000 തന്നിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുമ്പം ഈ 30,000-ൻ്റെ എന്തോന്ന് കാണണം? 100/50 ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റാണ് കാണാനുള്ളത്. അപ്പോൾ 2 lakh കിട്ടും. എന്നിട്ട് ഗുഡ് വില്ല് കാണാൻ വേറെ ഒന്നും ഇൻറ്റു ചെയ്യാൻ പോകണ്ട. എന്തോന്ന് ചെയ്യണം? നെറ്റ് ടാഞ്ചിബിൾ അസറ്റ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഈ 2 lakhന്ന് ഈ രീതിയിൽ ഗുഡ് വില്ല് കാണാൻ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് ടോട്ടൽ നെറ്റ് ടാഞ്ചിബിൾ അസറ്റ്. ഇതിൽ നെറ്റ് ടാഞ്ചിബിൾ അസറ്റ് ക്വസ്റ്റ്യനിൽ 1,60,000 കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എത്ര കണ്ടുപിടിച്ച്? 2 lakh കണ്ടുപിടിച്ച്. അപ്പോൾ 2 lakhന്ന് 1,60,000 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 40,000. ഇത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ആവറേജ് പ്രോഫിറ്റാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. വേറെ ഒന്നും തന്നിരിക്കില്ല,
നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഇപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടതുപോലെ സൂപ്പർ പ്രോഫിറ്റ് കാണണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സൂപ്പർ പ്രോഫിറ്റ് കാണാൻ നേരത്ത് ആവറേജ് പ്രോഫിറ്റ് കാണണം, പ്രോഫിറ്റ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണണം, സൂപ്പർ പ്രോഫിറ്റ് കാണണം, പിന്നെ ഗുഡ് വില്ല് കാണും. ആ ക്വസ്റ്റ്യൻ 4 വർഷത്തെ തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ എംപ്ലോയിഡ് 5 lakh തന്നിട്ടുണ്ട്, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 8% തന്നിട്ടുണ്ട്. സൂപ്പർ പ്രോഫിറ്റ് കാണണമെങ്കിൽ എന്ത് കാണണം? ആവറേജ് പ്രോഫിറ്റ് കാണണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആവറേജ് പ്രോഫിറ്റ്, ഈ പ്രോഫിറ്റുകളെല്ലാം കൂട്ടിയിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും, 50,000 കിട്ടും. അടുത്ത് പ്രോഫിറ്റ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, നമുക്ക് ആകെ ക്യാപിറ്റൽ എംപ്ലോയിഡേ തന്നിട്ടുള്ളൂ, അതിൻ്റെ പ്രോഫിറ്റ് കാണാം. അതിൻ്റെ പ്രോഫിറ്റ് കാണാൻ 5 lakhന് 8% കാണും, അത് 40,000 കിട്ടും. ഇനി സൂപ്പർ പ്രോഫിറ്റ് കാണുന്നതിന് വേണ്ടി ആവറേജ് പ്രോഫിറ്റ് എത്ര കിട്ടി? 50,000 നിന്ന് പ്രോഫിറ്റ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, അതായത് റിക്വേർഡ് പ്രോഫിറ്റ്, അതാണ് നമുക്ക് വേണ്ട പ്രോഫിറ്റ്, അത് കുറയ്ക്കുമ്പോൾ സൂപ്പർ പ്രോഫിറ്റ് 10,000. ഇത് രണ്ടും കൂടെ കുറയ്ക്കുമ്പോൾ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. ഇനി ഗുഡ് വില്ല് കാണാൻ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു ഈ ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് എത്രയുണ്ട്? 10,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ്, ക്വസ്റ്റ്യനിലുണ്ട് 8%, ആ 8 എടുത്ത് ഇവിടെ ഇടും. അപ്പോൾ 1,25,000 കിട്ടും. അപ്പം ഗുഡ് വില്ല് ഈ ചാപ്റ്ററിൽ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ ബേസിക് കോൺസെപ്റ്റിൽ പാർട്ട്ണർഷിപ്പിൽ എല്ലാ പ്രോബ്ലങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ഞാൻ വീഡിയോസ് ഇട്ടു, നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നാളെ മുതൽ റിയലൈസേഷൻ അക്കൗണ്ട്, ലാസ്റ്റിൽ റീവാലുവേഷൻ അക്കൗണ്ട് തുടങ്ങാം. ഇതിനിടയ്ക്ക് ഗെയിനിങ് റേഷ്യോ, സാക്രിഫൈസിങ് റേഷ്യോയിൽ 1-2 കണക്ക് ചെയ്യണം. പിന്നെ കുറച്ച് ജേണൽ എൻട്രീസ് ഉണ്ട്. ജനറൽ റിസർവ് വരുമ്പോഴും, പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ലോസ് വരുമ്പോഴും, പ്രോഫിറ്റ് ആൻഡ് ലോസിലെ പ്രോഫിറ്റ് വരുമ്പോഴും, ഗുഡ് വില്ല് വരുമ്പോഴും പാർട്ട്നേഴ്സിന് വീതിച്ച് കൊടുക്കണം, ഷെയർ ചെയ്ത് കൊടുക്കണം. ഗുഡ് വില്ല് മസ്റ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. ഗ്യാരൻറ്റീഡ് പ്രോഫിറ്റ്, ഇതെല്ലാം ഞാൻ നാളെ ഇട്ടുതരാം. പിന്നെ അതിൻ്റെ കൂടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് പോർഷൻസും കൂടെ. ഇന്ന് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററോ സെക്കൻഡ് ചാപ്റ്ററിലോ ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇന്നിട്ട് തരാം. ഓക്കെ, അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ലൈക്കും ചെയ്യണം, പഠിക്കുകയും ചെയ്യണം കൂടെ. ഓക്കെ, ബൈ.